നമ്മളെ കഥകളി ഓട്ടംതുള്ളലൊക്കെ പോലെ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് യക്ഷഗാനം. അത് തുളു അറിയണമെങ്കിൽ അത്രയും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കൊതി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത്രയും നല്ലൊരു കലാരൂപം വേറെ ഇല്ല എന്ന് പറയാം. അതാണ് യക്ഷഗാനം. ഇത് യക്ഷഗാനത്തിലെ ഏറ്റവും പ്രായം ചെന്ന കലാകാരന്മാർ, അതായത് ഈ യക്ഷഗാനത്തിന് എത്രത്തോളം നമുക്ക് കീർത്തിയിലെത്തിക്കാൻ പറ്റും അത്രയും കീർത്തിയിലെത്തിച്ച് അത്രയും സ്റ്റേജുകൾ കീഴടക്കിയ കലാകാരന്മാർക്കുള്ള ആദരവാണ് ഇന്നിവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. കേരള സർക്കാർ 2008 രൂപീകരിച്ചതാണ് കേരള തുളു അക്കാദമി. കേരള തുളു അക്കാദമി നിരവധി സാംസ്കാരിക പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. തുളു ഭാഷയുടെ നിരവധി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അക്കാദമി പ്രവർത്തിക്കുന്നത്. തുളു അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ഡോക്ടർ വെങ്കട്ടരാജ് പുനിച്ചിത്തായാണ്. ഡോക്ടർ വെങ്കട്ടരാജ് പുനിച്ചിത്തായാണ് തുളു അക്കാദമിന്റെ ലിപി കണ്ടുപിടിച്ച ആളാണ്. 2000 വർഷം പഴക്കമുള്ള ലിപികളും അതുമായി ബന്ധപ്പെട്ടുള്ള ശിലാസ്ഥാപനങ്ങളെല്ലാം കണ്ടുപിടിച്ച് അത് തർജ്ജിമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദ്യത്തെ ഈ തുളു അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നത്. അഡ്വക്കേറ്റ് CH കുഞ്ഞം MLA കാലത്താണ് ഈ അക്കാദമിക്ക് തുടക്കം കുറിക്കുന്നത്. അക്കാദമി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തിൽ നടത്തിയതാണ്. ഈ പ്രാവശ്യം നമ്മൾ വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചുള്ളത്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ തലത്തിലെ പ്രശസ്തി വിജേതരായ അധ്യാപകന്മാർ, അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ജേതാക്കളായ അധ്യാപകന്മാരെ സന്മാനിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല ഗംഭീരം പരിപാടിയായിരുന്നു. അതുപോലെ നിരവധി കൾച്ചറൽ പരിപാടികളെല്ലാം നമ്മൾ ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു തുളുവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായ പരിപാടി അയച്ചാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് ഈ ഗഡിപ്രദേശമായ കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശമായ ഈ കുമ്പിളിലാണ് യക്ഷഗാന എന്ന് അറിയപ്പെടുന്ന ഇതിൻ്റെ സ്ഥാപക വ്യക്തിയായ പാർത്ഥിസുബ്ബ ജന്മം കൊണ്ട നാടാണ്. പാർത്ഥിസുബ്ബാണ് യക്ഷഗാനത്തിലേക്കുള്ള ഈ വിധത്തിലുള്ള ഇപ്പോഴത്തെ യക്ഷഗാനത്തിൻ്റെ റൂപരേഖ ഉണ്ടാക്കിയ ഒരു വ്യക്തി. ആ യക്ഷഗാനം ഉണ്ടാക്കിയ പാർത്ഥിസുബ്ബയുടെ നാടാണ് ഈ തുളുനാട്. യക്ഷഗാനം എന്നറിയപ്പെടുന്നത് രാത്രികാലം അല്ലെങ്കിൽ സാധാരണ ഒരു 9 മണി രാവിലെ വരെ പ്രവർത്തിക്കുന്ന യക്ഷഗാനാണ്. കഥകളിയുടെ പിന്നറൂപ്പാണ്. കഥകളിക്ക് സംസാരിക്കാൻ പാടില്ല, പക്ഷെ ഇത് സംസാരവും സംഗീതവും നാട്യവും എല്ലാം ഉൾപ്പെടുന്നതാണ് യക്ഷഗാനം. ആ യക്ഷഗാനം ഇപ്പോൾ മലയാളത്തിലടക്കം സ്കൂൾ കലോത്സവത്തിൻ്റെ പരിപാടി അയച്ച് മലയാളത്തിൽ കൂടി യക്ഷഗാനം അവതരിപ്പിക്കുന്നുണ്ട്. അത് പണ്ടത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ കാലഘട്ടത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി യക്ഷഗാന ഇതെല്ലാം ഉണ്ട്. നമ്മുടെ സൗത്ത് കന്നഡ, ഉടുപ്പി ഈ 2 ജില്ലയിൽ 100 കണക്കിന് യക്ഷഗാന ടീമുകളുണ്ട്. അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ പ്രവർത്തിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലൊക്കെ തന്നെ 350 കലാകാരന്മാർ യക്ഷഗാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർ അതിൽ ഒരു 70 വയസ്സിന് മുകളിലല്ലേ ഒരു 94 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. 10, 30, 40 കൊല്ലം യക്ഷഗാനത്തിൽ മാത്രമേ പ്രവർത്തിച്ച ആൾക്കാരാണ്. അവർക്ക് വേറെ ജീവിതമേ ഉണ്ടായിരുന്നില്ല. യക്ഷഗാനം ഈ പ്രദേശത്തെ ഒരു കല ആയതുകൊണ്ട് അത് അന്താരാഷ്ട്രീയ തലത്തിൽ വലിയ ഫേമസ് ഒന്നും ആയില്ല. പക്ഷെ ഇപ്പം അമേരിക്കയിലടക്കം ഈ നിരക്ക് ഈ യക്ഷഗാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവതയുണ്ട്, സതീഷ് ഷെട്ടി പട്ല. ഇയാളെ നേതൃത്വത്തിൽ അമേരിക്കയിലടക്കം യക്ഷഗാനത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവനിലെ ഈ തുളു സംസാരിക്കുന്ന ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് യക്ഷഗാനവുമായി ബന്ധപ്പെട്ട്. ആ യക്ഷഗാനത്തിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ആൾക്കാരാണ് ഇടുള്ളത്. ഒരു യക്ഷഗാനം എന്ന് പറയുന്നത് യക്ഷഗാന വേഷ ഇടുന്ന ആൾക്കാർ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള ചെണ്ടയും മദ്ദളയും ഹാർമോണിയും അതുപോലെ തന്നെ സംഗീതവും നാട്യവും അതുപോലത്തെ അതിൻ്റെ വേഷഭൂഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ആൾക്കാരാണ് യക്ഷഗാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. കർണാടക യക്ഷഗാന അക്കാദമി ഉണ്ട്, കേരളത്തിലെ യക്ഷഗാന അക്കാദമികൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തുളു അക്കാദമി ഈ യക്ഷഗാനത്തിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിനകത്ത് ജീവിച്ചിരിക്കുന്ന യക്ഷഗാന കലാകാരന്മാർ 70 വയസ്സിന് പ്രായം കൂടിയ ആൾക്കാരെ സന്മാനിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇന്നാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മഞ്ചേശ്വർ MLA അത് MLA AK മസ്റഫ്, ഉദുമ MLA ആയ CH കുഞ്ഞമ്പു, ഈ 2 MLA ആണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടി നടക്കുന്നത് ഈ മഞ്ചേശ്വരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൊണ്ടവൂർ നിത്യാനന്ദാശ്രമം. ഇവിടുത്തെ യോഗാനന്ദ സ്വാമീജിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയുടെ സംഘടിപ്പിക്കാൻ ആലോചിച്ചുള്ളത്. അതുപോലെ തന്നെ എടനീർ മഠാധിപതി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക രംഗത്ത് നിരവധി പ്രതിഭകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊരു ഗംഭീരം പരിപാടി നടത്താൻ വേണ്ടിയാണ് കേരള തുളു അക്കാദമി ഇപ്പോൾ ആലോചിച്ചുള്ളത്. ഇന്ന്
मंगलो मंगलो मंगलो